ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭയപ്പെടേണ്ട എന്നതിനെക്കുറിച്ചാണ്. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേക കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട എന്ന വിഷയം ചിന്തിക്കുമ്പോൾ വചനത്തിലൂടെ കടന്നു ചെന്ന് ദൈവം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ട്, പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നാം ഭയപ്പെടരുത് എന്ന് ദൈവം നമ്മോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടുന്ന് ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 147-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ തിരുവചനം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു, ഓരോന്നിനെയും പേര് ചൊല്ലി വിളിക്കുന്നു. ഈ അടുത്ത നാളിൽ പോലും നക്ഷത്രങ്ങളുടെ എണ്ണം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലോകത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ പരക്കം പായുകയാണ്. എന്ത് ചെയ്തിട്ടും അവർ പറയുന്നു, പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു മഹാരഹസ്യം തന്നെ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ എണ്ണിത്തീർക്കാൻ പറ്റാത്ത വിധം വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രപഞ്ചം. ആ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം 147-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വചനത്തിൽ പറയുന്നു, നമ്മുടെ ദൈവം നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു, ഓരോന്നിനെയും പേര് ചൊല്ലി വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പേര് ചൊല്ലി വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? വ്യക്തിപരമായ ഒരു സ്നേഹത്തോടുകൂടി നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത്. നിങ്ങൾക്കറിയാം, ഒരു ഇടയന് തൻ്റെ ആടുകളെ എല്ലാം നന്നായിട്ട് അറിയാം. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ നഷ്ടപ്പെട്ടാൽ എണ്ണിപ്പോലും നോക്കണ്ട എന്നാണ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും, ഇതാ ഈ ആടിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മലഞ്ചെരുവുകളിലൂടെ ഇടയൻ ആടുകളെ അന്വേഷിച്ച് പോകുമ്പോൾ ധാരാളം വഴിതെറ്റിയ ആടുകൾ ഒരേ നിറത്തിലുള്ളതും വലിപ്പത്തിലുള്ളതും ഉണ്ടെങ്കിലും തൻ്റെ ആട് ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇടയൻ അറിയാം. ആടുകളെല്ലാം കരഞ്ഞുകൊണ്ടിരുന്നാലും മലഞ്ചെരുവിൽ പല ശബ്ദം കേട്ടാലും തൻ്റെ ആടിൻ്റെ കരച്ചിൽ വ്യക്തമായിട്ട് ഇടയൻ തിരിച്ചറിയുകയാണ്. ഈ ഒരർത്ഥം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ദൈവം പറയുന്നു, ആടുകളെ പേര് ചൊല്ലി ഇടയൻ വിളിക്കുന്നത് പോലെ നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവം നിനക്കുള്ളതിനാൽ നീ ഭയപ്പെടരുത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 നിലയുള്ള ഒരു വലിയ കെട്ടിടം, ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉടമസ്ഥൻ ഒരു വലിയ എഞ്ചിനീയറിനെ കണ്ടിട്ട് ഒരു പ്ലാൻ വരപ്പിക്കും. ആർക്കിടെക്റ്റ് ഒരു പ്ലാൻ വരയ്ക്കും. ആ പ്ലാൻ പ്രകാരമാണ് പിന്നീട് കെട്ടിടം പണിയപ്പെടുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ വീട് വച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ദൈവം പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും രൂപം കിട്ടുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ മനസ്സിൽ നമ്മുടെ പ്ലാൻ വരയ്ക്കപ്പെട്ടു. ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. എഫേസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം, തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരും വ്യക്തിപരമായി സ്നേഹിക്കപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് നാം ഭയപ്പെടരുത് എന്ന് ദൈവം പറയുന്നു. രണ്ടാമതായി, നമ്മുടെ മുടിയിഴയുടെ എണ്ണപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങളുടെ മുടിനാരിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ഒരു സത്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവാണ് എന്നാണ് അർത്ഥം. മുടിയൊക്കെ ആരാ എണ്ണുന്നത്? തലമുടി എത്ര കൊഴിയുന്നെന്ന് പോലും നമ്മൾ ആരും എണ്ണാറില്ല. ചീപ്പിന്റെ അകത്ത് എത്ര മുടി കൊഴിഞ്ഞിരിപ്പുണ്ടെന്ന് പോലും നമ്മൾ എണ്ണാറില്ല. പക്ഷെ ദൈവം പറയാണ്, നിന്റെ തലയിലെ ഓരോ മുടിയും എനിക്കറിയാം. 750 കോടി ജനങ്ങളുടെ തലയിലെ മുടിയുടെ എണ്ണം എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും
ദൈവം അതീവ ശ്രദ്ധാലുവാണ്. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഡാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടിരിക്കുകയാണ്. 6 ദിവസമാണ് ഡാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നത്. 7 സിംഹങ്ങൾ കാത്തിരുന്നു. 6 ദിവസം 7 സിംഹങ്ങൾ. ഒരു സിംഹം പോലും ഡാനിയേലിനെ ഉപദ്രവിച്ചില്ല. അത് വലിയൊരു അത്ഭുതമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് അതല്ല. ദൈവം അവിടം കൊണ്ട് നിർത്തിയില്ല. ഈ 6 ദിവസം എൻ്റെ മകൻ ഡാനിയേൽ ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണ് എന്നുള്ള കാര്യമാണ് ദൈവത്തെ കൂടുതൽ വിഷമിപ്പിച്ചത്. നമ്മളാണ് വിചാരിക്കും, ദൈവമേ, സിംഹം അവനെ തിന്നാതിരുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം പറയാണ്, ഞാൻ എൻ്റെ മകൻ ഡാനിയേലിന്റെ ചെറിയ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. വയലിലേക്ക് ഒരു പാത്രത്തിൽ അപ്പവും കറിയുമായി പോയിരുന്ന ഹബക്കൂക്ക് പ്രവാചകനോട് ദൈവം പറഞ്ഞു, എടാ ഹബക്കൂക്കെ, എൻ്റെ മകൻ ഡാനിയേൽ 6 ദിവസമായിട്ട് വിശന്നിരിക്കുകയാടാ, അവന് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്ക്. ഹബക്കൂക്ക് പറഞ്ഞു, അയ്യോ ദൈവമേ, സിംഹക്കൂടെന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാ, പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? ഉടനെ ദൈവം അവന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവനെ കൊണ്ടുപോയി ഡാനിയേലിന്റെ സിംഹക്കുഴിയുടെ മുൻപിൽ നിർത്തി. മുകളിൽ നിർത്തിയിട്ട് പാത്രം താഴേക്ക് ഇട്ടുകൊടുത്തു. ഡാനിയേൽ കൈനീട്ടിയ പാത്രം ഏറ്റുവാങ്ങി. 7 സിംഹങ്ങൾ നോക്കി നിൽക്കെ തന്റെ പാത്രത്തിലെ ആഹാരം തുറന്ന് ഡാനിയേൽ തന്റെ വിശപ്പ് മാറ്റുകയാണ്. എന്നിട്ടൊരു വചനം പറയുന്നുണ്ട്, മനോഹരമായ ഒരു വചനം. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാമത്തെ തിരുവചനമാണത്. വിശപ്പ് തീരാൻ ഭക്ഷണം കിട്ടിയ ഈ ഡാനിയേൽ ഭക്ഷണം കഴിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ, അങ്ങ് എന്നെ ഓർത്തല്ലോ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ ഓർത്തല്ലോ. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറന്നു കളയുന്നില്ല. ഇതാണ് താക്കോൽ, ഇതാണ് താക്കോൽ. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും മറന്നു കളയുന്നില്ലല്ലോ. സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് തന്നെ മഹാത്ഭുതമായിരിക്കെ, എനിക്കിവിടെ കൊണ്ടുവന്ന് ആഹാരം തരാൻ പോലും, എൻ്റെ ചെറിയ കാര്യം പോലും ശ്രദ്ധിച്ച ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും മറക്കുന്നില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ദൈവം ഇവിടെ പറയുന്നത് പള്ളിയിൽ പോകുന്നവരെ എന്നല്ല, ഹല്ലേലൂയ പറയുന്നവരെ എന്നല്ല, ധ്യാന കേന്ദ്രത്തിൽ പോയി വർഷത്തിൽ 3 ധ്യാനം കൂടുന്നവരെ എന്നല്ല, കൈ ഉച്ചത്തിൽ പൊക്കിപ്പിടിക്കുന്നവരെ എന്നല്ല, തൊണ്ട പൊട്ടുന്ന സ്വരത്തിൽ സ്തുതിക്കുന്നവരെ ഒന്നുമല്ല. ഇതൊക്കെ വേണം. പക്ഷെ ദൈവം ഇവിടെ പറയുന്ന താക്കോൽ ഇതല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകൾ ലോകത്തിലുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ലാതെ ദൈവമേ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവരുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവാണ്. പ്രസിദ്ധ സുവിശേഷകനായ ബ്രദർ PG വർഗീസ് പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം പട്ടാളത്തിലെ ജോലി രാജിവെച്ച് വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പറയാൻ പോയി. പട്ടിണിയുടെ നാളുകളാണ്, കയ്യിൽ പൈസയില്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുഞ്ഞുമായി കാശ്മീരിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. കയ്യിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഒരു വിവരം അറിഞ്ഞത്, 1 മാസം മുമ്പേ ബുക്ക് ചെയ്ത ടിക്കറ്റാണ്, പക്ഷേ ട്രെയിനിന്റെ സമയം കഴിഞ്ഞ ആഴ്ച മാറിയതിനാൽ ജമ്മു കാശ്മീരിലേക്കുള്ള ട്രെയിൻ അദ്ദേഹം വരുന്നതിന് 40 മിനിറ്റുകൾക്ക് മുമ്പ് പൊയ്ക്കഴിഞ്ഞു. രണ്ടാമത് ഒരു ട്രെയിനിന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കയ്യിലില്ല. ഒരു ഹോട്ടലിൽ രാത്രി താമസിക്കാനുള്ള പൈസയും കയ്യിലില്ല. 7 വയസ്സുള്ള കൂടെയുള്ള ബാലൻ ഡൽഹിയിലെ തണുപ്പിൽ കിടുകിട വിറയ്ക്കുകയാണ്. കയ്യിലുള്ള പുതപ്പെടുത്ത് അവനെ പുതപ്പിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രദർ PG വർഗീസ് നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ആശയം കടന്നു വരികയാണ്. അദ്ദേഹം ഡൽഹിയിലെ ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാണ്. 2 കൈയും പൊക്കിപ്പിടിച്ച് ഗ്ലോറി ഗ്ലോറി. എന്നിട്ട് അദ്ദേഹം ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. കണ്ടവരൊക്കെ ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. 40 മിനിറ്റ് മുമ്പ് എൻ്റെ ട്രെയിൻ പോയി, അതുകൊണ്ട് എനിക്കൊരു പുതിയ ട്രെയിൻ വേണം. അവർ പറഞ്ഞു, തനിക്ക് ഭ്രാന്താണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഒരു ഭ്രാന്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വാശി പിടിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ എന്തു പറ്റിയെന്നറിയാമോ? 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചുവന്ന വെളിച്ചം റെയിൽവേ ട്രാക്കിലൂടെ പുറകോട്ട് വരുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു ട്രെയിൻ പുറകോട്ട് വരികയാണ്. അത് വന്ന് നിന്നപ്പോൾ അതിൻ്റെ എഴുതിയിരിക്കുന്ന ബോർഡിലേക്ക് ബ്രദർ PG വർഗീസ് നോക്കി. അതിൽ എഴുതിയിരിക്കുന്നു ഡൽഹി ജമ്മു കാശ്മീർ എക്സ്പ്രസ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഓടി ആ ട്രെയിനിന്റെ അകത്തേക്ക് ഈ ബാലനുമായിട്ട് കയറി. അദ്ദേഹം TTRനോട് ചോദിച്ചു, സാർ, എങ്ങനെയാണ് ഈ ട്രെയിൻ പുറകോട്ട് വന്നത്?
ടി അറിയിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ പറ്റി പറയുന്നു. എൻ്റെ കയ്യിൽ ഇനി 5 പൈസ പോലും ഇല്ലാത്തതിനാൽ, ഒരു ടിക്കറ്റ് എടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ ഞാൻ ഈ ട്രെയിൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ടി ആർ പെട്ടെന്ന് സല്യൂട്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവം. എന്നിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു, ഒരു 45 മിനിറ്റിന് മുമ്പേ ട്രെയിനിന്റെ എഞ്ചിന്റെ ഭാഗത്തു നിന്നും കടകടാന്നൊരു ശബ്ദം കേട്ടു. എന്ത് ചെയ്തിട്ടും ശബ്ദം മാറുന്നില്ല. സാധാരണഗതിയിൽ ചെറിയൊരു സ്റ്റേഷനിൽ നിർത്തി റിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ ചെറിയ സ്റ്റേഷൻകാർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഒടുവിൽ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, വണ്ടി തിരിച്ചു കൊണ്ടുപോര്, എഞ്ചിൻ മാറ്റിയിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിനെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ നിലവിളി കേട്ടുകൊണ്ട് കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി റെയിൽവേ ട്രാക്കിലൂടെ തിരിച്ചു കൊണ്ടുവന്ന ദൈവം, നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഈ ദൈവം എന്നെയും നിങ്ങളെ നോക്കി പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ തലയിലെ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ദൈവം. വാട്ട് എ മൈറ്റി ഗോഡ് അവർ ഗോഡ് ഈസ്. എത്ര സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം 365 തവണ പറയുന്നു, നീ ഭയപ്പെടരുത്. ആവർത്തിച്ച് പറയുന്നു, നീ ഭയപ്പെടരുത്. വീണ്ടും നമ്മോട് ഭയപ്പെടരുത് എന്ന് പറയാനുള്ള കാരണം ജോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ കാണുന്നു, നിന്റെ കാലടികൾ എണ്ണപ്പെട്ടിരിക്കുന്നു. മുടിയുടെ മാത്രമല്ല, നിന്റെ കാലടികൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നടന്നു പോകുന്ന വഴികളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധയോടെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും വഴി തെറ്റുമ്പോൾ നമ്മളെ തിരുത്തുന്ന ഒരു ദൈവം. ഒരുപക്ഷെ ശാലോം ടെലിവിഷനിലെ ഒരു വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീടുകളിലിരുന്ന് എത്രയോ പ്രാവശ്യം തെറ്റായ വഴികളെ തിരുത്തിക്കൊണ്ട് നേരായ മാർഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. യെശയ്യാ പ്രവചന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നിന്നെ നേരായ വഴിയിലൂടെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നിനക്ക് നേരായിട്ടുള്ളത് പഠിപ്പിച്ചു തരികയും നന്മയായിട്ടുള്ളത് പഠിപ്പിച്ചു തരികയും ശരിയായ വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ദാവീദിന്റെ ജീവിതം വളരെ മനോഹരമായിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് ദൈവത്തെ ആരാധിച്ചു അവൻ. ദൈവത്തിന്റെ വഴിയിലൂടെ പോയ പൊന്നുമകൻ ഒരിക്കൽ മാത്രം ഒന്ന് വഴിതെറ്റി. നല്ല ഒരു തെറ്റലായിരുന്നു, നല്ലൊരു ഇടർച്ചയായിരുന്നു. നന്നായിട്ടൊന്ന് വഴിതെറ്റി. തെറ്റിയ ദാവീദ് ശരിയായ വഴിയിൽ വന്നില്ല, ഇടത്തേക്കൊരു പോക്ക് പോയി. സ്വർഗത്തിരുന്ന ദൈവം ദാവീദിന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരുന്നു. ദൈവം കണ്ടു, എന്റെ പൊന്നുമകൻ ഇന്നുവരെ തെറ്റുപറ്റാത്തവൻ ഇതാ വലിയൊരു തെറ്റിൽ വീണിരിക്കുന്നു. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ദാവീദിനെ തള്ളിക്കളയാൻ ദൈവം തയ്യാറായില്ല. തെറ്റായ വഴിയിലൂടെ ഇടത്തോട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത ദാവീദിനെ തേടി ദൈവത്തിന്റെ പ്രവാചകനായ നാഥാൻ കടന്നു വരികയാണ്. നീ ചെയ്തത് തെറ്റാണ്, നിന്റെ വഴി തിരുത്തുക എന്ന് പറയുവാൻ. ഇത് വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നാഥാൻ പ്രവാചകൻ ഒരു പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ദാവീദ് തന്റെ ജീവിതത്തിലെ തെറ്റ് തിരുത്തുമായിരുന്നില്ല. ദാവീദ് ഈ തെറ്റുമായിട്ട് മുന്നോട്ട് പോയി നിത്യ നരകത്തിൽ ചെന്ന് പതിക്കുമായിരുന്നു. ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നില്ല. ജോബിന്റെ പുസ്തകം 31:4, അവിടെ നിന്ന് നിന്റെ കാലടികളെ എണ്ണുന്ന ദൈവം, നിന്റെ കാലടികളെ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുന്ന ദൈവം, നിനക്ക് വഴി തെറ്റിയാൽ നിന്നെ തിരുത്തുവാൻ ഓടി വരുന്ന ദൈവം. ഇതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. സാക്ഷാൽ പാപത്തിൽ ജീവിച്ച ഹേറോദേസ് രാജാവ് വഴിതെറ്റിപ്പോയപ്പോൾ അവനെ പോലും തിരുത്തുവാൻ വേണ്ടി ഓടി വരുന്ന ഒരു ദൈവം. ഞാനിനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഹേറോദേസ് രാജാവിന്റെ തെറ്റ് തിരുത്താൻ തന്റെ പൊന്നുമകനായ സ്നാപക യോഹന്നാന്റെ ശിരസ്സു പോകുമെന്ന് അറിഞ്ഞിട്ട് പോലും ദൈവം അതിന് മടിച്ചു നിന്നില്ല. പ്രിയപ്പെട്ടവരെ, ഹേറോദേസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് നിന്റെ വഴി തെറ്റിപ്പോകുന്നു മകനെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രവാചകന്റെ തല പോകുമെന്ന് അറിയാമായിരുന്നിട്ടും ആ വലിയ വില കൊടുക്കാൻ ദൈവം തയ്യാറായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നാപക യോഹന്നാനെ ഹേറോദേസിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. യു ആർ ലിവിംഗ് ഇൻ സിൻ. നീ പാപത്തിൽ ജീവിക്കുന്നു, നിന്റെ വഴി തെറ്റിപ്പോയി, നിന്റെ വഴികളെ തിരുത്തുക. യോഹന്നാന്റെ തല പോയി. വലിയ വില ദൈവത്തിന് കൊടുക്കേണ്ടി വന്നു. എന്നാലും നമ്മുടെ ദൈവം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. വഴിതെറ്റിയാൽ തിരുത്തുന്നൊരു ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ
നിന്റെ കൂടെയുണ്ട്. വീണ്ടും ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നതിനാൽ നാം ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനം, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. വലിയ സഹനത്തിലൂടെ ഞാൻ പോയിട്ടുണ്ട്. വലിയ വേദനയിലൂടെ ആരും കാണാതെ മുറിയിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ വലത് കൈയിലേക്ക് നോക്കിക്കൊണ്ട് പറയും, എൻ്റെ അപ്പച്ചൻ എൻ്റെ വലത് കൈക്ക് പിടിച്ചിട്ടുണ്ട്, എൻ്റെ സ്വർഗത്തിലെ പിതാവ് എൻ്റെ വലത് കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചൻ എൻ്റെ വലത് കൈക്ക് പിടിച്ചിട്ടുണ്ട്. യേശുവിനെ അറിഞ്ഞതിന് ശേഷവും എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. യേശുവിൻ്റെ വചനം കേട്ട് യേശുവിൻ്റെ മാർഗത്തിൽ വന്നതിന് ശേഷവും എൻ്റെ കാലിടറിപ്പോയിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് കണ്ണുനീരോടെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവം എന്നെ വചനത്തിലൂടെ ശക്തിപ്പെടുത്തി. 37-ാം സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്രകാരം കാണുകയാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ കർത്താവ് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് ഗൗരവതരമായിരിക്കുകയില്ല, കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. 37-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വചനത്തിലാണ് നമ്മൾ പറഞ്ഞ വചനം നമ്മൾ കാണുന്നത്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവൻ വീണേക്കാം, എന്നാൽ അത് ഗൗരവതരമായ ഒരു വീഴ്ചയായിരിക്കത്തില്ല, കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഏറ്റവും നല്ല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടി 2 മാസം കഴിഞ്ഞ് പഴയ പാപത്തിൽ വീണപ്പോൾ എന്നെക്കൊണ്ട് ഇത് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോയിട്ടുണ്ടോ? ഇപ്പോൾ എഴുന്നേറ്റ് വരണം, കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. എന്നെ കേൾക്കുന്നവർ കത്തോലിക്ക സഭയിൽ അല്ലാത്തവരാണെങ്കിൽ, അക്രൈസ്തവരാണെങ്കിൽ യേശുവിനെ ഇപ്പോൾ തന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ, എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ യേശുവേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ സുസ്ഥിരനാക്കുമെന്ന് 37-ാം സങ്കീർത്തനത്തിലൂടെ അരുളി ചെയ്ത ദൈവമേ, എനിക്ക് സ്ഥിരതയുടെ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എൻ്റെ നിലവിളി കേൾക്കണമേ. വീണ്ടും നമ്മൾ ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പികളിൽ ശേഖരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 56-ാം സങ്കീർത്തനത്തിലെ മനോഹരമായ വചനമാണ്. 56-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ അലച്ചിലുകൾ അവിടെ നെണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ അവിടെ നിന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. 56-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനം, നിന്റെ അലച്ചിലുകളെ അവിടെ നെണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങളെ അവിടെ നിന്ന് കുപ്പികളിൽ ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 9 ആഴ്ച പ്രാർത്ഥിച്ച് നിർത്തുന്ന മണ്ടന്മാരായി പോകരുത്. നമ്മൾ 9 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് ഇത് തരാൻ മനസ്സില്ലായിരിക്കും, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് തീരുമാനിച്ച് നിർത്തരുത്. വ്യഭിചാരിയായ മകനു വേണ്ടി 27 കൊല്ലം കിടന്ന് വിശുദ്ധയായ ഒരമ്മ, എന്നെയും നിങ്ങളെ പോലത്തെ അമ്മയല്ല, വിശുദ്ധയായ അമ്മ പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവം മറുപടി കൊടുത്തില്ല. പിന്നല്ലേ 9 മാസാദ്യ വെള്ളിയാഴ്ച, പിന്നല്ലേ 9 വർഷം. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ദൈവം മറുപടി തരുന്നത് വരെയാണ്. 27 കൊല്ലം നിലവിളിച്ചിട്ടും മറുപടി കിട്ടാത്തപ്പോൾ മോണിക്ക തകർന്നു പോയി. അംബ്രോസ് എന്ന് പറയുന്ന ബിഷപ്പിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പിതാവേ, 27 കൊല്ലം കരഞ്ഞിട്ടും നിലവിളി കേൾക്കാത്തൊരു ദൈവം എൻ്റെ മകൻ വ്യഭിചാരത്തിൽ തുടരുന്നു. അംബ്രോസ് പിതാവ് അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വചനത്തിൽ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിന്റെ കാര്യത്തിൽ അത് ഭരണികളിലാണ് ശേഖരിക്കുന്നത്. കാരണം 27 കൊല്ലത്തെ കണ്ണുനീരെന്ന് പറയുന്നത് കുപ്പികളിൽ ശേഖരിക്കാൻ പറ്റില്ല ദൈവത്തിന്. വലിയ ഭരണികളിൽ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. കാനായിലെ കല്യാണ വീട്ടിലതുപോലത്തെ ഭരണികളിൽ നിന്റെ കണ്ണുനീര് ശേഖരിച്ചിട്ടുണ്ട്. കൃത്യസമയമാകുമ്പോൾ നിന്റെ മകൻ അഗസ്റ്റിന്റെ ശിരസിൽ ദൈവം ആ ഭരണികളിലെ കണ്ണുനീരെടുത്ത് ഒഴിച്ചു കൊടുക്കും. പക്ഷെ അത് താഴേക്ക് വരുന്നത് കണ്ണുനീരായിട്ടല്ല, കൃപയായിട്ട് കടന്നു വരും, അഭിഷേകമായിട്ട് കടന്നു വരും, ദൈവസ്പർശനമായിട്ടത് കടന്നു വരും, ദൈവത്തിന്റെ ഇടപെടലായിട്ടത് കടന്നു വരും. നിന്റെ മകൻ ദൈവത്താൽ പിടിക്കപ്പെടും, കാരണം നിന്റെ കണ്ണുനീര് വെറുതെ ആയിട്ടില്ല. വിശുദ്ധനായ അംബ്രോസിന്റെ വാക്കുകൾ കൃത്യമായി, ഏറെ താമസിയാതെ അഗസ്റ്റിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഒഴുകി വന്നു. അതേ, സ്വർഗത്തിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഭരണികളിലെ കണ്ണുനീർ ദൈവം എടുത്തൊഴിച്ചു കൊടുത്ത നിമിഷത്തിൽ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട അഗസ്റ്റിൻ ഒരു യൂട്ടേൺ അടിക്കുകയാണ്, തിരിഞ്ഞു നടക്കാനായിട്ട് ആരംഭിച്ചു. അന്ന് വരെ നടന്ന ജീവിതത്തിന് ഒരു അവസാനം കൊടുത്തുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കരയുന്ന പ്രിയപ്പെട്ട അമ്മച്ചി, കരയുന്ന പ്രിയപ്പെട്ട അപ്പച്ച, കരയുന്ന സഹോദര സഹോദരി, നിർത്തരുത്.
ജെറമിയ 31:9 കർത്താവ് പറയുന്നുണ്ട്, കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല, എന്തെന്നാൽ ഞാൻ അവരുടെ പിതാവാണ്. ജെറമിയ 31:16 പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ കഷ്ടപ്പാടുകൾക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് ഞാൻ. അതുകൊണ്ട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം. മോനെ മോളെ, പ്രാർത്ഥന നിർത്തിക്കളയരുത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന ദൈവം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17, 18, 19 തിരുവചനങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ 19-ാമത്തെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകുന്നു. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, നീ വായ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളിൽ തുണയായി വരുന്ന ഒരു ദൈവം. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഇന്നത്തെ വചനം തിരുവചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങളുടെ മാരുതി 800 കാറിൽ, ഒരു കൊച്ചു കാറിൽ ഞങ്ങൾ നാഷണൽ ഹൈവേയിലൂടെ പോവുകയാണ്. ഒരു ഞായറാഴ്ച ദിവസമാണ്. കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മണി രാത്രി 8. കാറ് പെട്ടെന്ന് നിന്നു. പുറത്തിറങ്ങി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഒറ്റ കടയില്ല. എൻ്റെ ഭാര്യ അന്ന് 1 മാസം ഗർഭിണിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറ് തള്ളി റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ടു. എല്ലാ കടകളും അടഞ്ഞിരിക്കുന്നു, വിളിക്കാൻ ആരുമില്ല. അന്ന് മൊബൈൽ ഫോണിൻ്റെ കാലവുമല്ല, മൊബൈൽ ഫോൺ കേരളത്തിൽ ഇല്ല. ചുറ്റും നോക്കിയിട്ട് ഒരു STD ബൂത്ത് പോലും ഇല്ല. സകല കടകളും ഞായറാഴ്ച അടഞ്ഞു. ഇതിനേക്കാൾ എല്ലാം മോശമായി മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു, മിന്നലുകൾ പാഞ്ഞു വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ രാത്രി 8:30 ഞാനും ഭാര്യയും കൂടി ആ കാറിൽ നിന്നും ഇറങ്ങി ഒരു കടയുടെ സൈഡിൽ മാറി നിന്ന് കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുറേ സമയം ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ എവിടെ നിന്നോ കുടയുമായി വന്നു. അവർ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്. ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് കാർ നിന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അകപ്പെട്ടു പോയി. അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ്, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ സഹായിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പോയിട്ട് ഒരു ബൈക്കിൽ വന്നു, എന്തൊക്കെയോ അവർ ചെയ്തു. പിന്നെ പോയി ഒരു ബാറ്ററി കൊണ്ടുവന്നു. ഞങ്ങളുടെ കാറിന്റെ ബാറ്ററി കേടായി. അവരൊരു ബാറ്ററി മാറ്റി വെച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഡോക്ടർ ഈ കാർ ഓടിച്ചോ, ഞങ്ങൾ റെയിൻ കോട്ടും ഇട്ട് ബൈക്കിൽ വീട് വരെ പുറകെ വരാം, വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ബാറ്ററി അഴിച്ചെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നോളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ കാറിന്റെ ബാറ്ററി മാറ്റി വെച്ചു. വണ്ടി സ്റ്റാർട്ടായി. ഞാനും ഭാര്യയും കാറിലിരിക്കുന്നു, ഞാൻ കാർ ഓടിക്കുന്നു. അവർ ഞങ്ങളുടെ കാറിന്റെ പുറകെ മഴയത്ത്, പെരുമഴയത്ത്, ഇടിവെട്ടുന്ന മിന്നൽ പതിക്കുന്ന രാത്രിയിൽ ആ 2 ചെറുപ്പക്കാർ ബൈക്കിൽ വന്നു. ഞങ്ങൾ അവരെ ആദ്യമായിട്ട് കാണുകയാണ്. അവർ വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിൽ വന്നതിന് ശേഷം അവർ ബാറ്ററി എടുത്തു മാറ്റി. തിരിച്ചു പോകാൻ നേരത്ത് ഞാൻ അല്പം സമ്മാനമായി, ഒരു ചെറിയ സമ്മാനമായി, ഒരു ചെറിയ സാമ്പത്തിക പ്രതിഫലം കൊടുത്തിട്ട് അവർ എത്ര നിർബന്ധിച്ചിട്ടും വാങ്ങിച്ചില്ല. 5 പൈസ പോലും വാങ്ങിക്കാതെ അവർ തന്നെ അവരുടെ ബൈക്കിന്റെ പെട്രോളും ചെലവാക്കി വന്നിട്ട് അവർ തിരിച്ചുപോയി. അവരെ ഒരിക്കൽ പോലും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അനേക വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി പ്രിയപ്പെട്ടവരെ, നമ്മൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല. ജോഷുവയോട് കർത്താവ് പറയുന്നുണ്ട്, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും. ജോഷുവ 1:8 ഇംഗ്ലീഷ് ബൈബിൾ മനോഹരമാണ്. മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും എന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിന്റെ കൂടെ വരും. നീ എന്റെ സാന്നിധ്യം അനുഭവിച്ചറിയും. നിന്നെ പൊതിഞ്ഞിരിക്കുന്ന സാന്നിധ്യം, നിന്റെ കൂടെ നടക്കുന്ന സാന്നിധ്യം, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും നടക്കുന്ന സാന്നിധ്യം. പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നീ യേശുവിന് ഹൃദയം കൊടുത്ത് അനുസരണത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അഥവാ പാപത്തിൽ വീണാൽ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഉടൻ എഴുന്നേറ്റ് വീണ്ടും യേശുവിന്റെ കൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നീ ഭയപ്പെടരുത്. നിന്റെ വേദനയുടെ നിമിഷങ്ങളിൽ യേശു കടന്നു വരുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. തളർവാദ രോഗികൾ, നട്ടെല്ല് തകർന്നു പോയവർ, കടഭാരക്കാർ, കുടുംബം തകർന്നവർ,
കൊടിയ പാപത്തിൽ വീണിട്ട് രക്ഷപ്പെടാൻ പറ്റാത്തവർ, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാതെ നിലവിളിക്കുന്നവർ, യേശുവേ ഈ വചനം തിരുവചന ശുശ്രൂഷയിൽ നിന്റെ വചനത്തിന്റെ ശക്തി യേശുവരെ വിട്ടിപ്പിക്കണമേ കർത്താവേ. വചനം വാള് പോലെ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ പൊട്ടിമാറട്ടെ. ദൈവജനം അഭിഷേകത്താൽ നിറയട്ടെ. ദൈവത്തിന്റെ അഗ്നി കൊണ്ട് അവർ നിറയപ്പെടട്ടെ. അഗ്നിയുടെ അഭിഷേകം അവരിൽ നിറയട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനുകളും തീ കൊണ്ട് നിറയപ്പെടട്ടെ. സ്വർഗത്തിന്റെ അഗ്നി അവരിൽ പതിക്കട്ടെ. കെട്ടുകൾ പൊട്ടി അവർ തുള്ളിച്ചാടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അവരിൽ നിറയട്ടെ. ക്യാൻസറുകളും ട്യൂമറുകളും അപ്രത്യക്ഷമാകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. ഈ സമയം വിടുതലിന്റെ സമയമായി തീരട്ടെ. അഭിഷേക ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം രക്ഷ കാണട്ടെ കർത്താവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.